എൻ്റെ പേര് മുരളി NK എന്നാണ്. സ്വദേശം ഇവിടെ ജനിച്ചു വളർന്നതാണ് വെറ്റിലപ്പാറ. ഗോൾഡൻ ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഗോൾഡല്ലേ, മാർക്കറ്റ് ഇടിയാത്തതും അത് തന്നെയല്ലേ. പിന്നെ നമ്മുടെ ചക്കയുടെ കളർ തന്നെ ഗോൾഡൻ കളറല്ലേ. അപ്പോൾ അങ്ങനെയിട്ടത് നമ്മൾ മറ്റൊരാളുടെ സഹായം ഇല്ലാണ്ട് ജീവിക്കണം എന്നുള്ള ആളാണ് ഞാൻ. ഒരാളുടെ അടുത്ത് നമ്മൾ സഹായത്തിന് എന്തിനായാലും നമ്മൾ ചെന്ന് ചോദിച്ച് ജീവിക്കുന്നതിനും നല്ലത് നമ്മൾ സ്വയം പര്യാപ്തവരല്ലേ. ഇവിടെ ചക്ക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു, ചക്കയെ പറ്റി ഇത്ര പല ഉൽപ്പന്നങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനപ്പോൾ ഇതിനെ ഈ നമ്മുടെ പത്തനംതിട്ട കേവിക്കുണ്ട് കാടിൻ്റെ അവിടെ പോയി അവിടെ ഒരു 3 ദിവസത്തെ ട്രെയിനിങ്, ഒരു 5 ഐറ്റം. അത് ചക്ക ഉണക്കാൻ, ചക്കക്കുരു ഉണക്കാൻ, സ്ക്വാഷ് ഉണ്ടാക്കാൻ, അങ്ങനെ മിക്സർ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു 5 ഐറ്റം. ഓരോരുത്തരും ഇതിന് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കലോ, കുറേശ്ശെ അറിയുന്ന ആളുകൾ ക്ലാസ്, ഇതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മളൊരു 10-12 ടീമിൻ്റെ ഐഡിയ കണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് ഒരു സന്തോഷകരമായിട്ട് ഉണ്ടാക്കാവുന്നൊരു ഇതുണ്ടല്ലോ, നമ്മളുടേതായിട്ടുള്ളൊരു ലൈൻ. അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ചിലതിൽ സംഘാടകനായിട്ട് പോവും. ഇവിടെ തന്നെ ഞങ്ങൾ സൊസൈറ്റി ക്ലാസ്സുകൾ നടത്താറുണ്ട്. പിന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കുറേ ദിക്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ട് കണ്ണൂരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതിലും നമുക്ക് തൃപ്തി കിട്ടുന്നത് പ്രൊഡക്ഷനാണ്. നമ്മൾ പോയി ക്ലാസ് എടുത്ത് നമുക്കതിന് വേതനം കിട്ടും, പക്ഷെ അതിലും സന്തോഷം നമുക്ക് ഇവിടെ ഈ സാധനം ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നത്. മറ്റൊരാൾ ഇത് നല്ലതാന്ന് പറയുമ്പോൾ ആ ഒരു സുഖല്ലേ, അതെല്ലാത്തിനും കിട്ടില്ല. നമ്മൾ ജോലിക്ക് പോയാൽ ഇത്രയും സുഖം കിട്ടില്ല. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരുണ്ട് 3:30 ആകുമ്പോൾ ഇത് കൂട്ടി എന്നുവെച്ചാൽ ഒരു സെക്ഷൻ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തേന് ടൈം കിട്ടില്ല. അത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പകുതി ബാക്കി ഉണ്ടാക്കാൻ അതൊരു സുഖമുള്ള കാര്യമല്ല. ചെയ്യുന്നവരുണ്ട്, അത് നമുക്ക് ആ തൃപ്തിയല്ല. അപ്പോൾ അത് കഴിയുമ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് വീട്ടിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അടുത്ത വീട്ടിൽ കൊടുക്കുക, കൂട്ടുകാർക്ക് കൊടുക്കുക, അതിന് ഇവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഇവർ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മളത് ഉണ്ടാക്കി ആവശ്യക്കാർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഷോപ്പുകളുണ്ടായിരുന്നു, 1-2 ഷോപ്പുകളുണ്ടായിരുന്നു. ആ ഷോപ്പുകളിൽ കുറേശ്ശെ കൊണ്ടുപോകും. അപ്പോൾ അവർ നല്ലതെന്ന് പറയും. അപ്പോൾ അടുത്ത വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. അങ്ങനെ കുറേശ്ശെ എന്ന് വെച്ചാൽ ബൾക്കായിട്ടല്ല. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതെന്ന് നമുക്കും തോന്നി തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ചക്ക ഉണ്ണിയപ്പൊക്കെ എന്ന് പറഞ്ഞാൽ 1000 എണ്ണമൊക്കെ അങ്ങനെ ഡെയിലി കൊടുത്തിരുന്നതാ. അത് 3 ആൾക്ക് ജോലിയായപ്പോൾ അത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പോൾ വണ്ടിക്കാരന് ജോലി ചെയ്യും. സ്ഥലം കണ്ടെത്തിയെന്ന് പറയാൻ ഇത് നമ്മുടെ സൊസൈറ്റി അല്ലേ, അതിൽ നിന്ന് വാടകയ്ക്ക് എടുത്തതാ. ഞാൻ ഇവിടുത്തുകാരനാണ്, 66 വയസ്സായി. അപ്പോൾ ഈ അതിരപ്പള്ളി പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശം അറിയാൻ ഒരു 90% ആളുകൾ നേരിട്ടറിയും. ചക്കയാണ് മെയിനായിട്ട്. ചക്കയിൽ നിന്ന് നമ്മൾ വിവിധ തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മെയിനായിട്ട് ചക്ക പൾപ്പിൽ നിന്നാണ് കൂട്ടിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ. ജാമായാലും സ്ക്വാഷ് ആയാലും ചക്കവരട്ടി ആയാലും ഇതൊക്കെ പൾപ്പിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. പച്ചച്ചക്കയിൽ നിന്ന് കുറവ് പ്രൊഡക്റ്റേ ഉള്ളൂ. പച്ചച്ചക്കയിൽ നിന്ന് ചെയ്യുന്നത് നമ്മൾ ചക്ക ഉണക്കി പൊടിച്ചിട്ട് ആ പൊടി കൊണ്ട് നമ്മൾ ഈ ചക്കപ്പൊടി ഒരു മെഡിസിനായിട്ട് പോകുന്നുണ്ട്. അതല്ലാതെ മുറുക്ക്, പക്കാവട, ഇതേമാതിരിയുള്ള സ്നാക്സുകൾ ഉണ്ടാക്കും. ചക്ക മരത്തിൽ നിന്ന് താഴെ വീഴാതെ പറിക്കണം. താഴെ വീണ് കഴിഞ്ഞാൽ വീഴുന്ന കനം കൊണ്ട് ചതവ് പറ്റും. അങ്ങനെ ചതവൊന്നും പറ്റാത്ത ചക്ക നമ്മൾ വെട്ടി ചുള പറിച്ചെടുത്ത് പിന്നെ അതിൻ്റെ ചവിണി ആ കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയിട്ട് എടുക്കുന്നത്. ഉണക്കാനാണെങ്കിൽ അത് 4-5 ആയിട്ട് കീറും ഒരു ചുള. അത് കഴിഞ്ഞ് ബ്ലാഞ്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഡ്രയറിൽ ഉണക്കുക ചെയ്യും.
ബാക്കി നമ്മൾ മിച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ മിച്ചറിന് കുറേ കിട്ടും. മിച്ചറിന് ചവിണി, മടല്, അതിൻ്റെ പൂഞ്ഞ, ഇതൊക്കെ മിച്ചറിനെ നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വറുത്തിട്ട് മിച്ചർ ചെയ്യാവുന്നതാണ്. പിന്നെ അതിൽ കുറച്ച് പൊട്ടുകടലയും കപ്പലണ്ടി കൂട്ടും, കുറച്ച് മസാലയൊക്കെ കൂട്ടി ഇളക്കി കഴിഞ്ഞാൽ 500 രൂപ ഹോൾസെയിൽ വില കിട്ടുന്നുണ്ട്. നമ്മുടെ കൃഷിഭവൻ്റെ ത്രൂ ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് ചെയ്യുന്നില്ല, കൃഷിഭവൻ്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചില പഞ്ചായത്തുകൾ ഞാറ്റുവേല ചന്ത എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നില്ലേ, എല്ലാ കൊല്ലം ഉണ്ട്, അത് ഈ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചക്കയുടെ ക്ലാസ് വയ്ക്കും, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ചക്കയുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഇതിനോട് താല്പര്യം ഉണ്ടായി പഠിച്ച് ഇത് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 12-13 കൊല്ലമായി ടോട്ടല്. അത് ശരിക്കും പ്രചോദനം എന്ന് പറയുന്നത് തൃശ്ശൂർ ഒരു മേളയിൽ, നമ്മുടെ IRDP മേള ഇല്ലേ, അവിടെ തൃശ്ശൂരുള്ള ഒരു സൊസൈറ്റിയുടെ ആളുകൾ സ്റ്റാളിട്ടിരുന്നു. ചക്ക ചുക്ക് കാപ്പി, ചക്കാട, ചക്കവട. അപ്പം ഇത് ഞങ്ങൾക്ക് സ്റ്റാളുണ്ടായിരുന്നു വേറെ എക്കോ ഷോപ്പാണ്. അപ്പോൾ ഈ സൊസൈറ്റിയുടെ അണ്ടറിൽ പോയിരുന്നു. അന്ന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി, ഞങ്ങളുടെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്, തൃശ്ശൂർ ജില്ലാ കളക്ടർ. അപ്പോൾ ആള് വന്നിരുന്നു, ഞങ്ങളുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു. അപ്പോൾ സെക്രട്ടറിയോട് കളക്ടർ ചോദിച്ചു, ഫ്രാൻസ് സാറ് നമുക്കിത് ചെയ്തുകൂടെ? അങ്ങനെയാണ് ഇതിലേക്ക് പോയിന്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എവിടെയൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയൊക്കെ ചെയ്യുന്നത്, ആരൊക്കെ ചെയ്യിക്കുന്നത്, ഇതൊക്കെ കണ്ടുപിടിച്ചിങ്ങനെ നമ്മൾ പോയത്. ഇപ്പം ചക്കയിൽ നമ്മൾ ചോറ് അല്ലാത്തതൊക്കെ ഉണ്ടാക്കാം. ചക്ക ബിരിയാണി വരെ ഉണ്ടാക്കുന്നുണ്ട്. ബിരിയാണിയിൽ ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളത് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബിരിയാണി ആയി. ഇവിടെ നമ്മൾ മെയിനായിട്ട് പൾപ്പാണ്. പൾപ്പിൽ നിന്നാണ് നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പൾപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ചക്കവരട്ടി, ജാം, സ്ക്വാഷ്, ഇതേമാതിരി കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്ക്വാഷ്, പൾപ്പ്, ചക്കവരട്ടി, ചക്കപ്പൊടി, പുട്ടുപൊടി, ചക്കപ്പുട്ടുപൊടി, അച്ചാറ്, പിന്നെ മിച്ചർ, പക്കാവട, മുറുക്ക്, ഇതെല്ലാം ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. വെറുതെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കളയില്ല. ഓർഡർ കിട്ടിയ 10 ദിവസത്തിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും. ചക്കയൊന്നും കേടുവരില്ല, ഉണക്കി വെച്ചാൽ അവിടെ ഇരുന്നോളും. പിന്നെ അതിന് രൂപം മാറ്റി നമ്മൾ ഇപ്പോൾ പക്കാവട ആണെന്ന് പറഞ്ഞാൽ അത് പൊടിച്ച് അതിൻ്റെ പൊടി അരിപ്പൊടിയോട് മിക്സ് ചെയ്തിട്ട് പക്കാവട ഉണ്ടാക്കും. അങ്ങനെ ഓരോന്നുണ്ടാക്കും. പൾപ്പ് എടുത്ത് ഇതൊക്കെ പൾപ്പ് ഇരിക്കുന്നത് കംപ്ലീറ്റ്. അത് നമുക്ക് ആവശ്യത്തിന് അതെടുക്കാൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ജാമാണെങ്കിൽ ജാം, ചക്കവരട്ടി അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും സഹായം ചെയ്യാം. ആരുടെ നിന്ന് കൈ നീട്ടാണ്ട് കുറച്ച് വീടുകൾ നമുക്ക് പട്ടിണിയില്ലാണ്ട് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു 10, 20, 25 വീടുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ കർഷകരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ദാരിദ്ര്യമല്ലേ കർഷകർക്ക്. അപ്പോൾ അവർക്ക് ഒരു വരുമാനം, ഒരു 1000, 1500 രൂപ ഒരു ദിവസം വീട്ടിലേക്ക് കിട്ടാവുന്ന മാതിരി ചക്ക നന്നാക്കി നമുക്ക് കൊണ്ടുവന്നു തരാം. നമ്മളതിൻ്റെ പൈസ കൊടുക്കും. അപ്പോൾ കർഷകന് അത് വിപണിയിൽ ഒരു ചക്കയ്ക്ക് ഒരു 300 രൂപ 400 രൂപ കിട്ടും. പക്ഷെ പുറമെ കൊടുത്താൽ 10 രൂപ 15 രൂപ കിട്ടുള്ളൂ. അങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാസം ജൂൺ കഴിഞ്ഞാൽ ഇവിടെ ചക്ക, ജൂൺ വരെ ഈ പ്രദേശങ്ങളിൽ ലോക്കൽ ചക്കയാണ്. പിന്നെ നമുക്കൊരു 3 ഏക്കർ ഹൈബ്രിഡ് പ്ലാവുണ്ട് സ്വന്തമായിട്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ അത് കിട്ടും. ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി വരെ അത് കിട്ടും. അത് കഴിയുമ്പോഴേക്കും ഇവിടെ ആവും. ഇവിടെ ജൂലൈ തുടക്കത്തിൽ കുറേശ്ശെ കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി, കട്ടപ്പന, മറ്റേ കുമളി, തേക്കടി ഭാഗങ്ങളിൽ കിട്ടും. അത് 2 മാസം കിട്ടും. അപ്പോൾ സെപ്റ്റംബർ വരെ. ഒക്ടോബറിൽ നമുക്ക് കിട്ടണത് തിരുവനന്തപുരം തുടങ്ങും, സ്റ്റാർട്ടാവും അല്ലെങ്കിൽ ദിണ്ടിക്കൽ ഭാഗത്ത് കിട്ടും, തമിഴ്നാട്. വില കൂടും. നമ്മൾ ഇവിടുന്ന് പോയി കൊണ്ടുവരണ്ടേ, ഇവിടുന്ന് ഒരു 400-500 കിലോമീറ്റർ വണ്ടി ഓടണം. അപ്പം അതിൻ്റെ വില അവിടെ കുറവിന് കിട്ടും നമുക്ക് തോട്ടത്തിൽ നിന്ന്. പക്ഷേ ട്രാൻസ്പോർട്ടിങ് കൂടും. ഒരു വണ്ടിക്കുള്ളത് എടുക്കണം. അങ്ങനെ പണിതിരുന്നത് ഇവിടെ. പിന്നെ ചക്ക ഇവിടെ ഇറക്കി പണിയുന്നില്ല. ഇപ്പോൾ ആന ഭയങ്കര പ്രശ്നമാണ്. ലൈവ് ആന ഇവിടേക്ക് ഉണ്ടാവും. ആന
ഈ പൊക്കത്തേക്ക് മാറിയാനെ കാണാം. ഇപ്പൊ പൾപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബറിലാണ് പൾപ്പിന് ഓട്ടുള്ളൂ ശരി. പക്ഷെ ആ ടൈമിൽ ചക്കയ്ക്ക് ക്വാളിറ്റി കുറവാണ്, ചുള കനം കുറവ്, വെള്ളത്തിന്റെ അംശം വളരെ കുറവ്. മെഷീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ അരയ്ക്കാനായിട്ട് മിക്സികളാണ് ഉപയോഗിച്ചിരുന്നത്. മിക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മിക്സിയിൽ എന്തോരം അരയ്ക്കാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് 10 ലിറ്ററിന്റെ മിക്സി കിട്ടി, പിന്നെ അതിലരയ്ക്കും. പിന്നെ പൾവറൈസർ വെച്ച് അരയ്ക്കാം. ഇപ്പോൾ പൾപ്പറുണ്ട്, അത് ക്ലീൻ ചെയ്ത് കിട്ടാൻ. അത് മെഷീനറിയുടെ മേളകളുണ്ടല്ലോ, എക്സ്പോകളുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ പറ്റി പറയും. നമ്മൾ ചക്ക മാത്രമല്ല എല്ലാ ഫ്രൂട്ടും പണിയും. അവക്കാടി ആയാലും ചിക്കു ആയാലും പൈനാപ്പിൾ ആയാലും എല്ലാത്തിൻ്റെയും പൾപ്പെടുക്കലും അതേമാതിരി പ്രൊഡക്റ്റ് ഉണ്ടാകും, ഓർഡർ ഉണ്ടെങ്കിൽ മാത്രം. ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ അധികം ഭാവിയൊന്നും നമുക്കും ഇല്ലല്ലോ, പ്രായമുള്ള ആളല്ലേ. മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും മെയിനാണ്. ഈ UAE-ലേക്കൊക്കെ ഗൾഫ് കൺട്രീസിലേക്ക് കൊണ്ടുപോകുന്ന 2-3 ആളുണ്ട്, അവർ കുഴപ്പമില്ല. പിന്നെ ബോംബെക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ മെയിനാണ്. പിന്നെ മേളകൾ നടത്തുന്ന ആളുകളുണ്ട്. ഇത് എടുക്കുകയൊക്കെ ബൾക്ക് സാധനം എടുക്കുള്ളൂ, നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുന്നില്ല. ഷോപ്പുകളിൽ കൊണ്ട് 10 5 ഞാൻ വയ്ക്കാറില്ല. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഷോപ്പുകളിൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആളുകൾ. ശരിക്ക് ചക്കയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞതേ ശരിക്ക് ഇതൊന്നും പറ്റില്ല. ഈ ശരിക്ക് ഇത് പണിയുന്ന ആളിനെങ്കിൽ നമ്മൾ ചക്ക കിട്ടാത്ത ടൈമിലാണല്ലോ മൊത്തം നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. ചക്ക അമിതമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, വിലയും കുറവാണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി കളയുകയും ചെയ്യും, മാക്സിമം യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമുക്ക് ഈ ചക്ക അതിൻ്റെ മടലൊക്കെ എടുത്തിട്ട് ചവണിയൊക്കെ എടുത്തിട്ട് മിച്ചറുണ്ടാക്കാം, മടലും പൂഞ്ഞൊക്കെ എടുത്തിട്ട് അച്ചാറുണ്ടാക്കാം, കരിമുള്ള ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ ദാഹശമനി ഉണ്ടാക്കാം. പിന്നെ അതിൽ ഈ ചക്കയിൽ ആകെ വേസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ചക്കക്കുരുൻ്റെ പോളയില്ലേ, ഫൈബർ മാതിരിയുള്ളത്, അത് മാത്രമാണ് നമുക്ക് വേസ്റ്റ് വരുള്ളൂ. അതിനെപ്പറ്റി എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ലേഡീസ് മുഖത്തിടാനായിട്ട് ഇത് പൊടിച്ച് അരച്ച് കുഴച്ചൊക്കെ തേക്കുന്ന പരിപാടി അതുണ്ടെന്ന് പറയണു. അവർ ഇവിടെ ഒരു കൃഷി മാത്രമല്ല ഈ പ്രദേശത്തുള്ളവർ, ഈ കൃഷി സ്ഥലം കൂടുതലുള്ളവരാ. ഞാൻ പറഞ്ഞില്ലേ 4 ഏക്കർ വെച്ച് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിരുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ റബ്ബർ ഉണ്ടാവും, കുറേ തെങ്ങുണ്ടാവും, കുറേ വാഴ വയ്ക്കും, ഈ ബൗണ്ടറി പിടിച്ച് പ്ലാവ് വയ്ക്കും. ഈ പ്ലാവ് കൃഷിയല്ല അവർക്ക്, ബൗണ്ടറിയിൽ മാത്രമാണ് ഈ പ്ലാവ് ഉണ്ടാവുള്ളൂ, ബൗണ്ടറിക്ക് വേണ്ടിയത്. അപ്പോൾ ഏതമാന്തൽ അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ മരങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ, അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചക്ക ഒരു സീസണിൽ ചക്ക കിട്ടിയാൽ അപ്പുറത്ത് കഴിഞ്ഞാൽ റബ്ബർ കിട്ടും, അങ്ങനെ ഒരു വരുമാനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പൾപ്പിട്ട് തിളപ്പിക്കാനായിട്ട് ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പാത്രത്തിൽ വെച്ച് ചൂടാക്കി ഇളക്കണ്ടേ, അപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മേത്തൊക്കെ ആവും. അപ്പോൾ നമ്മൾ ഈ ഇതിലാവുമ്പോൾ നമുക്ക് അവിടെ വേറൊരാൾ വരാൻ വേണ്ട, ഇവിടെയുള്ള ആളുകൾക്ക് മറ്റുള്ള ജോലികളിൽ പോവാം. ബാക്കിയിൽ നെല്ലിക്ക വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നല്ല, കേരളത്തിൻ്റെ പുറത്തുനിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതേമാതിരിയുള്ള ഏരിയയിൽ. ഇപ്പോൾ ഇവിടെ ചാലക്കുടി മെയിൻ മാർക്കറ്റ് വന്നിട്ട് അവരുടെ നിന്ന് ഞാൻ മേടിക്കുന്നത്. ജാതിക്കയുടെ തൊണ്ടിൽ നിന്നാണ് ജാതിക്ക സ്ക്വാഷ് ഉണ്ടാക്കുന്നത്, അത് കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നത്. എന്നുവെച്ചാൽ അവർക്ക് യാതൊരു യൂസും ഇല്ലാത്തതാണ് തൊണ്ട്, ഫ്രൂട്ട് അതിനുള്ളിൽ കുരു മാത്രമാണ് നമുക്ക് വിപണിയിൽ പോവുള്ളൂ. ആ തൊണ്ട് ഫ്രൂട്ട് എടുത്തിട്ട്, തൊണ്ടെന്ന് പറയാൻ പറ്റില്ല, അത് ഫ്രൂട്ടാണ്, അത് ഈ കർഷകനെ കൊണ്ട് കളക്ട് ചെയ്യിച്ച് നമ്മൾ വാങ്ങും, അവർക്ക് പൈസ കൊടുക്കും. ജിഞ്ചർ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതാ. ഇവിടെ കർഷകരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കും. ഇതിന് ജിഞ്ചർ ഈ നാടൻ ഇഞ്ചി അല്ല ഇതിന് ഉപയോഗിക്കുന്നത്, നീര് കൂടുതലുള്ള ഇഞ്ചി ഉണ്ട്, അത് കൂടുതലും കർണാടകയിലാണ് കൃഷി ചെയ്യുന്നത്. കർണാടക ബേസ് നമ്മുടെ പച്ചക്കറിയുടെ ഒക്കെ ബേസ് കർണാടക തന്നെ. കേരളത്തിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. ഷെൽഫ് ലൈഫ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് 6 മാസമാണ്. ഈ ഇതിൻ്റെ ജാതിക്കടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കൊല്ലം ഇരിക്കും, ഒരു കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. പൾപ്പൊക്കെ 1 കൊല്ലം ഇരിക്കും നമ്മുടെ അടുത്ത്. ചക്ക ശരിക്കും 3 ദിവസം ഇരിക്കുള്ളൂ. നമ്മൾ പ്രോസസ് ചെയ്ത് കവറിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തോളം ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിത് നമ്മുടെ ഈ സാധനങ്ങൾ
പാക്ക് ചെയ്ത് മേളകൾക്ക് വിടുമ്പോൾ ഒരു മേള ഒരു 15 ദിവസം 20 ദിവസം ഒരു മാസമാണ് ഓടുന്നത്. അത് പെട്ടി ഇറക്കി വെക്കാനായിട്ട് അവിടെ യൂണിയൻകാർ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അത് ആ ഒരു സ്റ്റാളിൽ കച്ചവടം ചെയ്യുന്ന ഒരു ചെറിയ ആളാണ്. അത് കുറേ കാശ് ചെലവ് ചെയ്ത് വല്ലവരുടെ സാധനം വാങ്ങിച്ചാൽ അവിടെ വിൽക്കുന്നത്. അതിന് അവർ 1000-2000 രൂപയും ഇങ്ങനെ വാങ്ങും. അതേമാതിരി ബാക്കി വരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അത് ശരിയല്ല. അങ്ങനത്തെ കാര്യങ്ങൾ ശരിയല്ല. നമ്മളേറെ കുറേ ആൾക്കാരൊക്കെ സ്വയം പര്യാപ്തം വന്ന ആൾക്കാരാണ്. പക്ഷേ നമുക്കൊരു 2 പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കണതിന് കാശ് മേടിക്കാന്ന് പറഞ്ഞാൽ തെറ്റാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സർക്കാർ നമ്മൾ അപേക്ഷിച്ചാൽ കിട്ടും. അത് ഇവിടെ MSME ഒരു മേഡം വന്നിട്ട് പറഞ്ഞു എത്ര രൂപ വേണമെങ്കിൽ ലോൺ തരാമെന്ന് പറഞ്ഞു. ലോൺ എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ തിരിച്ചടയ്ക്കണ്ടേ? ഉണ്ട്. അത് 1 കോടി രൂപയൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ 50% സബ്സിഡി ഉണ്ട് സാറേ. ഇത് 50% സബ്സിഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 1 കോടി രൂപയുടെ മെഷീനറി എടുക്കണം. 1 കോടി രൂപയുടെ മെഷീനറി എടുക്കുമ്പോൾ 18 ലക്ഷം രൂപ നമുക്ക് GST പോവും. സർക്കാർ നമുക്ക് ഇളവ് തരുമ്പോൾ സർക്കാരിന് നഷ്ടമില്ല. നമ്മള് പലിശ മുതൽ ഇളവുണ്ട്. നമ്മൾ ഈ മൊത്തം സംഖ്യ ഇങ്ങനെ അടച്ചിട്ടിരുന്നിട്ട് ലാസ്റ്റ് നമുക്ക് സബ്സിഡി എത്ര രൂപ ഉണ്ടെങ്കിൽ അത് വരെ എത്തുമ്പോഴാണ് നമുക്ക് സബ്സിഡി തരുന്നത്. അല്ലാണ്ട് സബ്സിഡി മുമ്പ് തന്നിട്ട് ബാക്കിയുള്ളതിനാണല്ല അടയ്ക്കുന്നത്. മാർക്കറ്റിംഗ് ആണ് ബിസിനസിന്റെ മെയിൻ പോയിന്റ്. മാർക്കറ്റിൽ നമുക്ക് അത് നമ്മളുടെ പ്രൊഡക്റ്റ് വിശ്വാസത്തോടുകൂടി കൊടുക്കാൻ പറ്റണമെങ്കിൽ കുറെ സത്യസന്ധതയും വേണമല്ലോ. വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി മാർക്കറ്റിൽ കൊടുക്കാനല്ല വേണ്ട. പ്രൊഡക്റ്റിനോട് സത്യസന്ധത പുലർത്തുക, അതേമാതിരി കച്ചവടം ചെയ്യാനായിട്ടുള്ള ആ ലൈൻ അതും കൂടി കറക്റ്റാണ്. അന്ന് വിജയിക്കും. ആത്മവിശ്വാസം അവനും